നെഹ്റുവിൻ്റെ കാലത്ത് ഇസ്രായേലുമായിട്ട് ഇന്ത്യ ആ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒട്ടനവധി മുസ്ലിങ്ങൾ, അക്കാലത്തെ മുസ്ലിങ്ങൾ നെഹ്റുവിനോട് ആ ഒരു ബന്ധം വേർപ്പെടും എന്നുള്ള ആ ഒരു ഭയത്തിലായിരുന്നു അത്രേ. ചരിത്രം പറയുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്തതും ബഹുമുഖവുമായ ഉഭയകക്ഷി ബന്ധം നിലനിർത്തുന്നു. പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങൾ, തന്ത്രപരമായ താൽപര്യങ്ങൾ, വിവിധ മേഖലകളിലെ സഹകരണത്തിന്റെ ചരിത്രം എന്നിവയാൽ ഇവയ്ക്ക് അടിവരയിടുന്നു. വർഷങ്ങളായി പ്രതിരോധം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളികളിൽ ഒന്നായി ഇസ്രായേൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, നവീകരണത്തിലും സുരക്ഷയിലും സഹകരണം എന്നിവയാണ് ഈ പങ്കാളിത്തത്തിന്റെ സവിശേഷത. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളുടെ സ്ഥിരമായ ആഴം പ്രതിഫലിപ്പിക്കുന്നു. 1990 മുതൽ ഇന്ത്യ റിപ്പബ്ലിക്കും ഇസ്രായേൽ രാജ്യവും തമ്മിൽ സമഗ്രമായ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ബന്ധമുണ്ട്. 1947 ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ വിഭജന പദ്ധതിക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു. എന്നിരുന്നാലും 1950 ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിച്ചു. 1953 ബോംബെയിൽ ഇസ്രായേൽ ഒരു കോൺസുലേറ്റ് തുറന്നു എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ഒരു പ്രധാന ഇന്ത്യൻ സഖ്യകക്ഷിയായി മാറിയതോടെ സഹകരണം ക്രമേണ വർദ്ധിച്ചു. 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിലും 1999 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, രഹസ്യാന്വേഷണ എന്നിവ നൽകി എന്നുള്ളതാണ്. 1992 ഇന്ത്യ ടെൽ അവീവിൽ ഒരു എംബസി തുറന്നതും ഇസ്രായേൽ ന്യൂഡൽഹിയിൽ ഒരു എംബസി തുറന്നതും വഴി പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 2021 ഒക്ടോബറിൽ രൂപീകരിച്ച I2U2 ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇരു രാജ്യങ്ങളും. കൂടാതെ ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധമുണ്ടെന്നും ആത്മാവിൽ സമാനതകൾ പങ്കിടുന്നതായും പൊതുവായ വെല്ലുവിളികൾ നേരിടുന്നതായും വ്യാവസായിക, സാങ്കേതിക മേഖലകളിൽ കൂടുതൽ സഹകരിക്കുന്നതായും പ്രസ്താവിച്ചിട്ടുണ്ട്. 2019 ആയപ്പോഴേക്കും ഇന്ത്യ ഇസ്രായേലിന്റെ ഏഷ്യയിലെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും മൊത്തത്തിലുള്ള 10ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമായി മാറി എന്നുള്ളതാണ്. സൈനിക വിൽപ്പന ഒഴികെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $6.3 ബില്യൺ ആയിരുന്നു. 2015 കണക്കനുസരിച്ച് വിവര സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി, കൃഷി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തി വരികയാണ്. 2022 കണക്കനുസരിച്ച് സൈനിക ഉപകരണ വിൽപ്പനയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ക്ലയന്റാണ് ഇന്ത്യ. റഷ്യക്ക് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ വലിയ സൈനിക ഉപകരണ വിതരണക്കാരാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ എല്ലാ ആയുധ കയറ്റുമതിയുടെയും ഏകദേശം 42.1% ഇന്ത്യയാണ് സ്വീകരിക്കുന്നത്. 1999 കാർഗിൽ സംഘർഷത്തിനും 2010 ഇടയിൽ ഇസ്രായേലിൽ നിന്നുള്ള പ്രതിരോധ വാങ്ങലുകൾക്കായി ഇന്ത്യ $9 ബില്യൺ ചിലവഴിച്ചു എന്നുള്ളതാണ്. 2022 ആയപ്പോഴേക്കും ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയും വജ്രത്തിനും ഇസ്രായേൽ $3.2 ബില്യൺ ചെലവഴിച്ചു. അവരുടെ തന്ത്രപരമായ ബന്ധങ്ങൾ സംയുക്ത സൈനിക പരിശീലനത്തിലേക്കും വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ പങ്കിടലിലേക്കും വ്യാപിക്കുന്നു. 2001 ഗുജറാത്ത് ഭൂകമ്പത്തിനു ശേഷം ഇസ്രായേൽ ഇന്ത്യക്ക് മാനുഷിക സഹായം നൽകി. 2023 ഹമാസ് നേതൃത്വത്തിലുള്ള ഇസ്രായേലിനെതിരായ ആക്രമണത്തിനു ശേഷം ഇന്ത്യ ഇസ്രായേലിന് കാര്യമായ സൈനിക സഹായം നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഹെർമേസ്
900 ഡ്രോണുകൾ നൽകുന്നതാണ് പിന്തുണയുടെ പ്രധാന മേഖല. 2024 ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ ഇറാനിൽ നിന്ന് മാറി ഇസ്രായേലിലേക്ക് ഇന്ത്യ ഒരു ഭൗമരാഷ്ട്രീയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ഒരു എംബസിയിലൂടെയും മുംബൈയിലെയും ബാംഗ്ലൂരിലെയും കോൺസുലേറ്റുകളിലൂടെയും ഇസ്രായേലിനെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്നു. ടെൽ അവീവിലെ ഒരു എംബസിയിലൂടെയാണ് ഇന്ത്യ ഇസ്രായേലിൽ പ്രതിനിധീകരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ നിലവിൽ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായി അംഗീകരിക്കുന്നില്ല. ജെറുസലേമിന്റെ ആ ഒരു നില കാണുക എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ചരിത്രം പറയുന്നത്. അപ്പോ ഈ വിഷയം ഞാൻ അതിൻ്റെ ഇന്നത്തെ ആ ഇന്ത്യയുടെ ഒരു ബന്ധം, ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു ബന്ധം ഏത് രൂപത്തിലാണ് ഇന്ത്യയോട് നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വരും കാര്യങ്ങളിലേക്ക് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 2009 അറബ് ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര പഠനം വെളിപ്പെടുത്തിയത് പ്രതികരിച്ചവരിൽ ഏകദേശം 58% ഇന്ത്യക്കാരും ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്നവരുമാണെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും പോസിറ്റീവ് അഭിപ്രായമാണിത്. തെൽ മെഗിദ്ദോയിൽ നടത്തിയ ഗണനം ദക്ഷിണേഷ്യയ്ക്കും തെക്കൻ ലെവന്റിനും ഇടയിൽ BC 2ാം സഹസ്രാബ്ദത്തിന്റെ മധ്യത്തിൽ ഇന്തോ മെഡിറ്ററേനിയൻ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് നൽകുന്നു. മഞ്ഞൾ, വാഴപ്പഴം, എള്ള് എന്നിവയുടെ സാന്നിധ്യമാണ് ഇവയെല്ലാം ദക്ഷിണേഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചത്. ഭൂമിശാസ്ത്രപരമായ വിശകലനം സൂചിപ്പിക്കുന്നത് പഴയ നിയമം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകാം എന്നാണ്. അവിടെ കുരങ്ങുകൾ, മയിലുകൾ തുടങ്ങിയ മൃഗങ്ങളുടെ വ്യാപാരം നിലനിന്നിരുന്നു. ചെം മെനാഷ്യം റാബിന്റെ അഭിപ്രായത്തിൽ പുരാതന ഇസ്രായേലും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിലുള്ള ബന്ധം സോളമൻ രാജാവിന്റെ ഭരണകാലത്ത് BC 10ാം നൂറ്റാണ്ടിൽ 1ാം രാജാക്കന്മാർ 10.22 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ലെവന്റിനും ഇടയിലുള്ള പുരാതന വ്യാപാര സാംസ്കാരിക ആശയവിനിമയം എറിത്രിയൻ കടലിലെ പെരിപ്ലസിലും എബ്രായ ബൈബിളിലെ ഷേബ രാജ്ഞിയെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ ജൂതന്മാർ സോളമൻ രാജാവിന്റെ കാലം മുതലുള്ളവരാണ്. അവരെ കൊച്ചി ജൂതന്മാർ എന്ന് വിളിക്കുന്നു. പിന്നീട് സ്പെയിനിൽ നിന്ന് ജൂതന്മാരെ പുറത്താക്കിയതിനെ തുടർന്ന് 15-16 നൂറ്റാണ്ടുകളിൽ പരദേശി ജൂതന്മാർ കേരളത്തിലെ കൊച്ചിയിലേക്ക് കുടിയേറി. BC 1000 മുതലും BC 1.000 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മുതലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സിന്ധു നദി തട നാഗരികതയുടെയും മിഡിൽ ഈസ്റ്റിലെ ബാബിലോണിയൻ സംസ്കാരത്തിന്റെയും കാലം വരെ വ്യാപാര ബന്ധങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഒരു ബുദ്ധമത കഥ ഇന്ത്യൻ വ്യാപാരികൾ ബാബിലോണിയ സന്ദർശിക്കുകയും പൊതു പ്രദർശനത്തിനായി മയിലുകളെ വിൽക്കുകയും ചെയ്തതായി വിവരിക്കുന്നു.